ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ കറൻലി പി സി ബിൽഡൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പി സി ബിൽഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ നമ്മളെ ഫേമിലേക്ക് തന്നെ കുറേ ആൾക്കാർ റേറ്റ് കാര്യം ചോദിച്ചിട്ട് ഇപ്പോൾ ചെയ്യാനുള്ള റേറ്റ് കൂടുതലാണ് അങ്ങനെ പറഞ്ഞു പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ കറൻലി നമ്മുടെ പി സി ബിൽഡ് അതേപോലെ റാമിൻ്റെ എസ്എസ്ഡിൻ്റെ റേറ്റ് അതേപോലെ ജി പി യു കാര്യങ്ങളുടെ റേറ്റ് പീക്ക് ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മീൻസ് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു 64 GB കിറ്റ്, ഒരു 64 GB DDR5 6000 മെഗാഹെർട്സിൻ്റെ ഒരു കിറ്റ്, 32 GB 2 കിറ്റ് വരുന്നത് സാധനം റാം മീൻസ് ജി സ്കില്ലിൽ കൂട്ടിക്കോളും. നമുക്ക് ഫസ്റ്റ് കിട്ടിയിരുന്ന ഒരു 20,000 മീൻസ് അതിന് താഴെ 30,000 താഴെ കിട്ടിയിരുന്ന റാമാണ്. ബട്ട് ഇപ്പോൾ കറൻലി അതിൻ്റെ പ്രൈസ് വരുന്നത് 75,000 ആണ്. അപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലുണ്ടാവും എത്രത്തോളം റേറ്റാണ് ഇപ്പോൾ കയറിയിട്ടുള്ളതെന്ന്. ഇപ്പോൾ DDR3 DDR4 ആയാലും റാം ആയാലും DDR5 വന്നാലും എല്ലാ റാമിനും നല്ല രീതിയിൽ 40% അല്ലെങ്കിൽ 60% മേലെയാണ് റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോഴും റേറ്റ് കുറയും, അതേപോലെ തന്നെ റേറ്റ് താന്ന് പെട്ടെന്ന് കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് കരുതിയാണ്ട് കുറേ ലാപ്ടോപ്പ് പർച്ചേസിങ്, കമ്പ്യൂട്ടർ ബിൽഡ്, PC ബിൽഡ് കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചുകൊണ്ട് അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇത് ഇപ്പോഴൊന്നും കുറയാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം ഡയറക്റ്റ് പറയാം, ഈ റാമിൻ്റെ പ്രൈസ് ഇപ്പോഴത്ത് കുറയാൻ പോകുന്നില്ല. കാരണം നമ്മൾ ഡെയിലി റാമിൻ്റെ കാര്യങ്ങൾ റേറ്റ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്ത് ഡെയിലി ഓരോ കൊട്ടേഷൻ കൊടുക്കണം. ഇതിലൊക്കെ ഡെയിലി കൊടുത്ത കൊട്ടേഷൻസാണ്. ഈ ഡെയിലി കൊടുക്കുന്ന ഓരോ കൊട്ടേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കത് ഡെയിലി കൂടുന്നത് നമുക്കറിയാൻ കഴിയും. നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഇത് കാര്യങ്ങൾ അറിയില്ല. കസ്റ്റമേഴ്സ് എന്താ പറയുക, റേറ്റ് കൂടുന്നുണ്ട്, റേറ്റ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഡെയിലി നമുക്ക് റാമിന് അതേപോലെ ഇപ്പോൾ SSD ഇപ്പോൾ ഇന്നലെ മിന്നായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങി സാംസങ്ങിൻ്റെ SSDക്ക് റേറ്റ് കൂടാൻ പോകുന്നത്. സാംസങ്ങിൻ്റെ SSD കാര്യങ്ങളൊക്കെ മെയിനായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇറക്കണേ. അപ്പോൾ ഇതൊന്നും കൂടിയും കൂടാൻ കൂടാനാണ് പോകുന്നത്. ഇപ്പോൾ ജനുവരി ഫെബ്രുവരിയിൽ ആദ്യം റൂമർ ഉണ്ടായതിന് ഫെബ്രുവരി ആകുമ്പോൾ കുറയും. ബട്ട് ഇപ്പോഴും റേറ്റ് കൂടിക്കൊണ്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിന് ഒന്നുകൂടി പറയുള്ളൂ, PC ബിൽഡോ ലാപ്ടോപ്പ് പർച്ചേസിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം സ്പീഡായിട്ട് ചെയ്യാൻ നോക്കാം.